നമസ്കാരം. പിന്നിലുള്ള ഉദ്ദേശം എന്തുതന്നെയായാലും ട്രംപ് ചെയ്ത ഏറ്റവും നല്ല കാര്യം എന്ന് വിലയിരുത്താം ഹമാസ് ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമം. ഗാസയിലെ പിടഞ്ഞു വീഴുന്ന മനുഷ്യജീവനുകൾ ലോകത്തിന്റെ മുഴുവൻ മനസാക്ഷി ഉലച്ച സംഭവമായി മാറി. അതിനൊരു അവസാനം കുറിച്ചത് ട്രംപ് അല്ല, ഇനി ആരാണെങ്കിലും ലോകം മുഴുവൻ ആ പ്രവൃത്തിക്ക് മുന്നിൽ ശിരസ്സു കുനിക്കും. പക്ഷെ അതേസമയം ട്രംപ് ഇന്ത്യയോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ത്യയിലെ ഓരോ ജനങ്ങളോടും കാണിച്ചുകൊണ്ടിരിക്കുന്ന ക്രൂരതയ്ക്ക് മാപ്പില്ല എന്നത് മറ്റൊരു സത്യമാണ്. മറ്റൊരു രാജ്യത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ട്രംപ് മുഖേന സംരക്ഷണം ലഭിക്കുമ്പോൾ ഇന്ത്യയിലെ മനുഷ്യജീവനുകൾക്ക് പുഴുവിന്റെ വില പോലും കൽപ്പിക്കാതിരുന്ന പാകിസ്ഥാനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പങ്കെടുപ്പിക്കുന്ന സമാധാന ഉച്ചകോടി പൂർണ്ണമായും ബഹിഷ്കരിക്കാനുള്ള തീരുമാനമാണ് നരേന്ദ്രമോദി കൈക്കൊണ്ടിരിക്കുന്നത്. ഹമാസ് ഇസ്രയേൽ യുദ്ധം അവസാനിച്ചെന്ന പ്രഖ്യാപനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നു. ഗാസയിൽ വെടിനിർത്തൽ നിലനിൽക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും അദ്ദേഹം പ്രശംസിച്ചു. യുദ്ധകാലത്തെ ഏറ്റവും മികച്ച പ്രധാനമന്ത്രി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഈജിപ്തിൽ നടക്കാനിരിക്കുന്ന ഗാസ സമാധാന ഉച്ചകോടിക്കായി പുറപ്പെടുന്നതിന് മുൻപ് സംസാരിക്കുകയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ്. യുദ്ധം അവസാനിച്ചു എന്നും ഇതൊരു സവിശേഷമായ സമയമാണ് എന്നും എല്ലാവരും ഒരുമിച്ച് ആഹ്ലാദിക്കുന്ന അത്തരമൊരു ഐക്യം ഇന്നുവരെ കണ്ടിട്ടില്ല എന്നും പറഞ്ഞ ട്രംപ് ഇതിൽ ഏർപ്പെടുന്നതിൽ ബഹുമാനിക്കുന്നുവെന്നും നമുക്കൊരു അത്ഭുതകരമായ സമയം ഉണ്ടാകുമെന്നും കൂട്ടിച്ചേർത്തു. 2 വർഷത്തെ ഭീകരമായ യുദ്ധത്തിനാണ് ഇന്നത്തോടെ വിരാമമാവുന്നത്. സമാധാന കരാറിന്റെ ഭാഗമായി ഹമാസിന്റെ തടവിലുള്ള ഇസ്രയേലി ബന്ദികളെയും ഇസ്രയേലിന്റെ കൈവശമുള്ള പലസ്തീൻ തടവുകാരെയും മോചിപ്പിക്കും. ഒരു ഇസ്രയേലി ബന്ദിക്ക് 15 പലസ്തീൻ തടവുകാർ എന്ന നിലയിലായിരിക്കും മോചനം. ഹമാസിന്റെ ആക്രമണത്തിനു ശേഷമുള്ള 2 വർഷത്തെ യുദ്ധത്തിൽ 66,000-ത്തിലധികം പേർ മരിച്ചെന്നാണ് കണക്കുകൾ. ഇതിൽ ഭൂരിഭാഗവും സാധാരണക്കാരും കുട്ടികളുമായിരുന്നു. ഇസ്രയേൽ ആക്രമണത്തിൽ ഗാസ നഗരം ഏതാണ്ട് പൂർണ്ണമായി നശിച്ചു കഴിഞ്ഞു. അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നത് ഇസ്രയേൽ തടഞ്ഞത് ഭക്ഷണക്ഷാമം രൂക്ഷമാക്കി. റിപ്പോർട്ടുകൾ അനുസരിച്ച് ഹമാസ് ജീവനോടെ 20 ബന്ദികളെ 3 ഗ്രൂപ്പുകളാക്കി ഇന്റർനാഷണൽ റെഡ് ക്രോസിലൂടെ മോചിപ്പിക്കും. ആദ്യ 2 ഗ്രൂപ്പുകൾ രാവിലെ 10:30-നും മൂന്നാമത്തേത് 1 മണിക്കൂറിന് ശേഷവുമായിരിക്കും എത്തുക. അതേസമയം മരണപ്പെട്ട ബന്ദികളുടെ ബോഡി ഇന്ന് കൈമാറിയേക്കില്ല. മറുവശത്ത് ഇസ്രയേൽ 250 പലസ്തീൻ തടവുകാരെയും 2023 മുതലുള്ള 1700 ഗാസക്കാരെയും ഇന്ന് മോചിപ്പിക്കും. അന്താരാഷ്ട്ര നിരീക്ഷകരുടെയും റെഡ് ക്രോസിന്റെയും ഖത്തർ, ഈജിപ്ത് പ്രതിനിധികളുടെയും നേതൃത്വത്തിലായിരിക്കും ബന്ദി കൈമാറ്റം നടക്കുക. ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ടോടെ ഈജിപ്തിലാണ് ഗാസ സമാധാന ഉച്ചകോടി നടക്കുന്നത്. ആദ്യം ഇസ്രയേലിൽ എത്തുന്ന ട്രംപ് ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇസ്രയേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യും. ടെൽ അവീവിൽ എത്തുന്ന ട്രംപിനായി വൻ സ്വീകരണമാണ് ട്രംപ് തന്നെ ഒരുക്കിയിരിക്കുന്നത്. ഹമാസ് തടവിലാക്കിയിരിക്കുന്ന ബന്ദികളുടെ കുടുംബങ്ങളെയും ട്രംപ് സന്ദർശിക്കും. അതിനുശേഷമായിരിക്കും അദ്ദേഹം ഈജിപ്തിലേക്ക് യാത്ര തിരിക്കുക. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ശേഷം ഈജിപ്തിലെ ഷാം അൽ ഷെയ്ഖിൽ നടക്കുന്ന ഗാസ സമാധാന ഉച്ചകോടിയിൽ 20 ലോക നേതാക്കൾ പങ്കെടുക്കും. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ട്രംപും LCCയും ക്ഷണിച്ചെങ്കിലും അദ്ദേഹം ഉച്ചകോടിയിൽ പങ്കെടുക്കില്ല. പകരം വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കും. ഉച്ചകോടിയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പങ്കെടുക്കുന്നുണ്ട്. ഇതാണ് നരേന്ദ്രമോദി വിട്ടുനിൽക്കുന്നതിന് പ്രധാന കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ലോക സമാധാനം കാക്ഷിക്കുന്ന രാജ്യം തന്നെയാണ് ഇന്ത്യ. സമാധാനത്തിനും പരസ്പര ഐക്യത്തിനും എന്നും പ്രാധാന്യം കൊടുക്കുന്ന, രക്തച്ചൊരിച്ചിലില്ലാത്ത ലോകം വിഭാവനം ചെയ്യുന്ന രാജ്യം എന്ന് കരുതി സ്വന്തം ജീവനുകൾ ബലികൊടുത്തുകൊണ്ടുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇന്ത്യ തയ്യാറല്ല എന്ന നിലപാടിൽ നിന്ന് മോദി വ്യതിചലിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ തീരുമാനം വ്യക്തമാക്കുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച